വിഷ്ണുശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ അവിടെ ഡെയ്സി ആണെങ്കിൽ അങ്ങനെ വിവാഹത്തിന് സമ്മതിക്കുന്നുണ്ട്. പള്ളിയിൽ അച്ഛൻ വന്ന ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ഡേവിസിനാണെങ്കിൽ ഡെയ്സി ഇങ്ങനെ കൈ കൊടുക്കുകയാണ്, ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കുകയാണ്, പക്ഷേ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ശിവൻ്റെ തകർച്ചയാണ്, അത് നേടാനായിട്ട് നീ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞ് അവരിങ്ങനെ കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ഡേവിസിന് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും ഡെയ്സിയെ സ്വന്തമാക്കാനായിട്ട് കഴിയുന്നുണ്ടല്ലോ എന്നാലോചിച്ച് ഡേവിസ് ഇവിടെ സന്തോഷത്തോടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണെങ്കിൽ ഡെയ്സി ആണെങ്കിൽ സുസ്മിതയെ ഫോൺ ചെയ്യുന്നുണ്ട്. സുസ്മിത ഫോണൊക്കെ എടുക്കുന്നുണ്ട്. അന്നേരം വീണ്ടും ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അന്നേരം എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം എന്ന് പറയുന്നുണ്ട് സുസ്മിത. അതിനെ തുടർന്ന് ഡെയ്സി ഫോൺ വയ്ക്കുന്നുണ്ട്. ഇതേസമയം അവിടെയാണെങ്കിൽ വേലായുധൻ്റെ ആ ഒരു വാടക വീട്ടിൽ നിർമ്മലയാണെങ്കിൽ ശിവൻ്റെ ആ ഒരു പിറന്നാളായിട്ട് സദ്യയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. റാണിയും ചന്ദ്രയും ഒക്കെ കൂടെയുണ്ട്. എന്നിട്ട് അവർ ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിർമ്മല ചന്ദ്രയും റാണിയും ശിവനും കൂടിയാണ് ഇരിക്കുന്നത്. നിർമ്മലയാണ് ഭക്ഷണമൊക്കെ ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് പുറത്തിങ്ങനെ ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അന്നേരം ശിവൻ പറയുന്നുണ്ട്, പുറത്ത് ആരോ പിന്നെ വന്നു തോന്നുന്നു എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ടത് ശിവൻ പറയുന്നെന്ന് തോന്നുന്നു, ശാലിനിയാണ് വന്നത് എന്നിങ്ങനെ പറയുന്നു തോന്നുന്നു. ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ശിവനാണ് പോയി നോക്കുന്നത്. അന്നേരം ശാലിനി തന്നെയാണ് കാറിൽ വരുന്നത്. ഇനി ശിവൻ്റെ പിറന്നാളാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ വരുന്നത് എന്താണെന്ന് കാണിക്കുന്നില്ല. ശാലിനി വരുന്നുണ്ട്. അന്നേരം ഈ ഭക്ഷണം കഴിക്കുന്ന ഒരു ഇതായതുകൊണ്ട് ശാലിനിയും കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. ശിവനും ശാലിനിയും പിന്നെ ചന്ദ്രയും റാണിയും ഒപ്പം ഭക്ഷണം കഴിക്കുന്നുണ്ട്. അന്നേരം പക്ഷേ നിർമ്മലയുടെ മുഖഭാവമൊന്നും കാണിക്കുന്നില്ല. അന്നേരം ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ശാലിനി ചേച്ചിയാണ് വന്നത് എന്നുള്ളത് ഏട്ടൻ എങ്ങനെ മനസ്സിലായും ചോദിക്കുകയാണ്. അന്നേരം എനിക്കത് മനസ്സിലായി, ആരോ എന്നോട് പറഞ്ഞു എന്നിങ്ങനെ ശിവൻ പറയുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ ആ ഒരു ശിവൻ്റെ സംസാരമൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് ഭക്ഷണം കഴിക്കുന്ന സീൻ കാണിക്കുന്നില്ല. അവർ ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ശിവൻ്റെ പിറന്നാൾ സദ്യ കൊണ്ടിട്ട് ശാലിനി ഉണ്ണാനായിരിക്കും ശാലിനി വന്നത്. അതോ ഇനി ശിവനോട് അങ്ങനെ ആ ഒരു സംഭവമൊക്കെ ഉണ്ടായതിൽ വെറുതെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണോ എന്ന് കാണിക്കുന്നില്ല. പക്ഷെ ശാലിനി എന്തായാലും ശിവൻ്റെ പിറന്നാളിനായിട്ട് എത്തുന്നുണ്ട്. ആ ഒരു സീൻ അപ്പോൾ ശാലിനി വീണ്ടും ആ ഒരു ശിവനോടുള്ള ദേഷ്യമൊക്കെ മാറുകയാണ് ചെയ്യുന്നത് അവിടെ. ഇനി ആ ഒരു ഡെയ്സിയും സുസ്മിതയും ചേർന്ന് എല്ലാവരും കൂടി ചേർന്നുള്ളൊരു പ്രതികാരമൊക്കെ ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. അതേസമയം അവിടെ പിന്നീട് ഉള്ള സീനുകളിൽ ഹോസ്പിറ്റലിൽ നിന്ന് ശാരികയാണെങ്കിലൊക്കെ വീട്ടിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അപ്പോഴത്തേക്കും ശാരദാമ്മ എത്തുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. അതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.